ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഐബെല്ലിൻ്റെ നമ്മളെ ഇടിയപ്പത്തിൻ്റെ അച്ചെന്ന് പറയല അച്ചെന്നല്ലേ പറയൽ. അപ്പോൾ ആ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഞാനത് കുറച്ചായി ഞാനത് ഓൺലൈനിൽ തപ്പുന്നു. പക്ഷേ അതിലൊക്കെ ചിലതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് കൂടാൻ വേറെ കാരണമൊന്നുമല്ല. കാരണം ഈ ഒരു ഗ്ലാസ് പോലത്തെ നമ്മൾ ഈ നിറക്കുന്ന മാവ് നിറക്കുന്ന ഒരു ഇതില്ലേ, അത് കുറച്ച് വലുതായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടൊരു മാസം ആവാറായി കേട്ടോ. 10-28 ദിവസമായി. പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ട് റിവ്യൂ പറയാമെന്ന് കരുതി. ഞാൻ ഉപയോഗിച്ചു, 3-4 പ്രാവശ്യം ഉപയോഗിച്ചു കേട്ടോ. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇടിയപ്പം ഉണ്ടാക്കണം ഭയങ്കര മടിയാണ്. കാരണം വേറെ ഒന്നുമല്ല, അതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കണമല്ലോ. പിന്നെ മരത്തിൻ്റെ ഇതിലാകുമ്പോൾ നിൽക്കാതെ നിറയ്ക്കുകയും വേണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കിട്ടിയതിൽ ഞാനിത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ ഇടിയപ്പം ഉണ്ടാക്കും. കാരണം നമ്മളിത് ചാർജ് ചെയ്ത് വെക്കുകയാണ്. ചാർജ് ചെയ്ത് വെച്ചാൽ നമുക്കിപ്പോൾ 90%, 99% ആക്കി വെച്ചാൽ ഞാനിപ്പോൾ 3-4 പ്രാവശ്യം ഉപയോഗിച്ച് 4 പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എനിക്ക് 90% വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആളിനനുസരിച്ചായിരിക്കും, ചിലപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഇത് കുറയുക. പക്ഷേ ഇത് വാഷ് ചെയ്യാനും ഒന്നിനും ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു മെഷീന് കയ്യിന് തീരെ ബലം പിടിക്കും. അതായത് വെയിറ്റ് താങ്ങാൻ പറ്റാത്ത ആൾക്കാർക്കൊന്നും പറ്റില്ല. പക്ഷേ ആ ഒരു വെയിറ്റൊക്കെ എല്ലാവർക്കും താങ്ങാൻ പറ്റും. പിന്നെ കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ പറ്റുമല്ലോ. അതായത് എൻ്റെ ഉമ്മാക്കൊക്കെ കഴുത്തിന് ബെൽറ്റ് ഇട്ട ആളാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊന്നും അധികം വെയിറ്റ് താങ്ങാൻ പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇത് ഇത് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി വാങ്ങിയപ്പം കുറച്ചുകൂടി വലിയ, അതായത് നമുക്ക് മാവ് നിറക്കാൻ കുറച്ചുകൂടി വലിയ ടൈപ്പ് വാങ്ങാമായിരുന്നു എന്ന് തോന്നി. ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള 2000 സംതിങ്, അതായത് 3000 രൂപയുടെ അടുത്താണ്. പക്ഷേ ഇത് ഓൺലൈനിൽ നല്ല വാങ്ങിച്ചു കേട്ടോ. ഹസ്ബൻഡ് കടയിൽ പോയിട്ടാണ് വാങ്ങിച്ചത്. എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇത് വാങ്ങാനോ പോകുന്നൊന്നും പറഞ്ഞിട്ടില്ല, കയ്യിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ വാങ്ങാനാണ് പോകുന്നത്. ഞാൻ കുറച്ചുകൂടി നല്ല തന്നെ പറയായിരുന്നു, കുറച്ചുകൂടി വലിയ തന്നെ വാങ്ങിക്കാൻ. ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഈ ഒരു മെഷീൻ ഇതേപോലെ നമ്മൾ മാവ് നിറച്ചതിന് ശേഷം ഫില്ലാക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വന്ന് മാവ് ഇങ്ങനെ ഇതാവും കേട്ടോ. നല്ല അത്രയും നൈസായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല നൈസായിട്ടാണ് കിട്ടുന്നത്. എനിക്ക് 2 മെഷീൻ ഇതുണ്ട്. ഇടിയപ്പത്തിൻ്റെ മേക്കറായിട്ടുള്ള മരത്തിൻ്റെ ഉണ്ട്, സ്റ്റീലിൻ്റെ ഉണ്ട്. പക്ഷേ രണ്ടിലും ഇത്ര നൈസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതേ സാധനം തന്നെ നമുക്ക് ബാക്കോട്ട് വലിക്കണം. അതായത് നമുക്ക് മാവ് നിറച്ചതിന് ശേഷം ഫിറ്റ് ആക്കണമല്ലോ. അപ്പോൾ റിപ്പീറ്റ് കാണുന്നുണ്ടല്ലോ, അത് ബാക്കോട്ട് നക്കി കൊടുത്താൽ ബാക്കോട്ട് ഇങ്ങനെ പോരും കേട്ടോ. ഇത് നമ്മൾ കഴുകാൻ വാഷ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ മുന്നോട്ട് വെച്ചിട്ട് നോക്കിയാൽ ഇവിടേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തോടൊക്കെ നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ വാഷ് ചെയ്യാന്നുള്ളത്. വാഷ് ചെയ്യാനൊരു പോസിബിൾ തന്നെയാണ് കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. ഞാനിപ്പോൾ 4 പ്രാവശ്യം ഉപയോഗിച്ചു. ഒരു കംപ്ലയിൻ്റ് എന്നല്ല, ഒരു ഇതും തോന്നിയില്ല കേട്ടോ. അതിൻ്റെ ഒരു ഡീക്വാളിഫിക്കേഷൻ ഒന്നും തോന്നിയില്ല. നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഓൺലൈനിലോ അല്ലാതെയോ വാങ്ങിക്കാം കേട്ടോ. താങ്ക് യു.